ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് അറ്റാക്ക് ഓൺ ടൈറ്റൻ എന്ന ജാപ്പനീസ് എനിമി TV സീരീസിന്റെ സീസൺ 3 19ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡ് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോക്ക് എത്ര ലൈക്ക് ആയെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഒട്ടും സമയങ്ങളാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ടൈറ്റനായി മാറുന്ന ബെർട്ടോൾഡിനെയാണ്. വേദനിക്കുന്നു വേദനിക്കുന്നു എന്നൊരു ശബ്ദം കേൾക്കുന്നത് പോലെ ആർമിന് തോന്നുന്നു. കണ്ണു തുറക്കുന്ന അവൻ കാണുന്നത് ടൈറ്റനായി മാറിയ ബെർട്ടോൾഡിനെയാണ്. അയ്യോ, വേദനിക്കുന്നു വേദനിക്കുന്നു എന്ന് വീണ്ടും അവൻ കേൾക്കുന്നു. തിരിഞ്ഞു നോക്കുന്ന അവൻ കാണുന്നത് പരിക്ക് പറ്റിയ സഷയെയാണ്. സോ അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അവന് ഓർമ്മയില്ല. പെട്ടെന്ന് ആർമീൻ എന്ന് വിളിച്ചുകൊണ്ട് എറിൻ അങ്ങോട്ട് ഓടി വരുന്നു. ഓ, നീ എഴുന്നേറ്റോ? ക്യാപ്റ്റൻ, എന്താ ഇവിടെ സംഭവിച്ചത്? ബെർട്ടോൾഡ് ടൈറ്റനായി മാറിയത് എനിക്ക് ഓർമ്മയുണ്ട്. ഓ, പിന്നീട് നടന്നതൊന്നും നിനക്ക് ഓർമ്മയില്ലല്ലേ? എറിൻ, എല്ലാം പറഞ്ഞു കൊടുക്ക എന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങോട്ട് വരാനുള്ള സിഗ്നൽ ക്യാപ്റ്റൻ കൊടുക്കുന്നു. സോ ടൈറ്റനായി മാറിയ ബെർട്ടോൾഡിനെ തോൽപ്പിച്ച കാര്യവും കത്തി എരിഞ്ഞ തന്നെ ആ ഇഞ്ചക്ഷൻ ഉപയോഗിച്ച് രക്ഷിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് കമാൻഡർ എറിവിനെ അങ്ങോട്ട് കൊണ്ടുവന്നതും കമാൻഡറിനെ രക്ഷിക്കാൻ പോയപ്പോ അത് വേണ്ട എന്ന് പറഞ്ഞ് കമാൻഡർ കൈ തട്ടി മാറ്റിയതും പകരം തനിക്ക് ആ ഇഞ്ചക്ഷൻ തന്ന് തന്നെ ടൈറ്റനാക്കി മാറ്റിയതും ബെർട്ടോൾഡിനെ തിന്ന കാര്യമെല്ലാം എറിൻ അവനോട് പറയുന്നു. സ്കൗട്ട് റെജിമെന്റിലെ ഈ 9 പേർ മാത്രമാണോ ബാക്കിയായത്? സിഗാഷിനയിലെ മതിലിലെ ആ ദ്വാരം നമ്മൾ അടച്ചു. പക്ഷെ റെയ്നറിനെയും കൊണ്ട് ബീസ്റ്റ് ടൈറ്റനും അതിന്റെ കൂടെ ഉണ്ടായിരുന്ന ടൈറ്റനും രക്ഷപ്പെട്ടു. പിന്നീട് കമാൻഡറിനാണോ എനിക്കാണോ ഇഞ്ചക്ഷൻ തരേണ്ടതെന്ന തർക്കത്തിനൊടുവിൽ ഞാൻ ഒരു ടൈറ്റനായി മാറി. ബെർട്ടോൾഡിനെ ഞാൻ തിന്നു. എന്തിനാ എനിക്ക് തന്നത്? എങ്ങനെ നോക്കിയാലും ആ ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടത് കമാൻഡറിനല്ലേ? ക്യാപ്റ്റൻ, എന്തിനാ അത് എനിക്ക് തന്നത് എന്ന് ആർമിൻ ചോദിക്കുന്നു. ഡേയ്, നിന്നോടെല്ലാം പറയാനല്ലേ പറഞ്ഞത്? നിന്റെ 2 കൂട്ടുകാർക്കും ആ അഭിപ്രായത്തോട് യോജിപ്പില്ലായിരുന്നു. എന്നെ എതിർത്തു എന്ന് മാത്രമല്ല, എന്നെ കൊല്ലാൻ വരെ ശ്രമിച്ചു. തരുന്ന എന്ത് ശിക്ഷയും സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് എറിൻ അവരോട് പറയുന്നു. ഓർഡറുകൾ തെറ്റിച്ചതിന് തീർച്ചയായും നിങ്ങളെ ശിക്ഷിക്കും എന്ന് കരുതി നിങ്ങൾ ചെയ്ത തെറ്റൊരിക്കലും തെറ്റല്ലാതാകുന്നില്ല. എന്നാലും ഇഞ്ചക്ഷൻ നിനക്ക് തരാനുള്ള അവസാനത്തെ തീരുമാനം എന്റെ ആയിരുന്നു. അല്ല, വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് എർവിന്റെ മരണം ഇവിടെ വെച്ചായിരിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. സോറി, എനിക്കിപ്പോഴും മനസ്സിലായില്ല. കമാൻഡർ എർവിൻ മരിക്കാൻ പാടില്ലായിരുന്നു. കമാൻഡർ ഇല്ലാതെ ഇനി നമ്മൾ എന്ത് ചെയ്യും? എർവിൻ ആ ഇഞ്ചക്ഷൻ ഏൽപ്പിച്ചത് ലീവായിനെയായിരുന്നു. ലീവായി അത് നിനക്ക് തന്നു. എർവിന്റെ ജീവന്റെയും ഒരു ടൈറ്റന്റെ ശക്തിയുടെയും ഭാരം ഇന്നു മുതൽ നീ വഹിക്കും. ആരെന്തു പറഞ്ഞാലും ഇന്നു മുതൽ ഇത് നിന്റെ ഒരു ഭാഗമാണ് ആർമിൻ. വെയിറ്റ്, ഞാനാണോ ഇനി കമാൻഡർ എർവിന്റെ പകരക്കാരൻ? ഇല്ല, എന്നെ കൊണ്ട് സാധിക്കില്ല. ഹേയ്, പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. നിനക്കൊരിക്കലും എറിവിന്റെ പകരക്കാരനാകാൻ സാധിക്കില്ല. പക്ഷെ മറ്റാർക്കുമില്ലാത്ത ചില കഴിവുകൾ നിനക്കുണ്ട്. ഞാനെടുത്ത തീരുമാനം ഓർത്ത് ഒരിക്കലും എനിക്ക് റിഗ്രറ്റ് ഉണ്ടാകില്ല. എന്നിരുന്നാലും ഇവർക്കാർക്കും റിഗ്രറ്റ് തോന്നാതെ നോക്കണം. ഇവരെന്നല്ല, ആരും. അതിലേറ്റവും പ്രധാനം, നിനക്കും റിഗ്രറ്റ് തോന്നരുത്. അതായിരിക്കണം ഇനി നിന്റെ ലക്ഷ്യം എന്ന് ക്യാപ്റ്റൻ ലീവായി അവനോട് പറയുന്നു. ശരി, എർവിന്റെ സ്ഥാനം സ്വീകരിച്ച സർവേ കോപ്സിന്റെ പുതിയ കമാൻഡർ എന്ന നിലയിൽ എനിക്കും നല്ല പ്രഷറുണ്ട്. നമ്മൾ ഒരേ തോണിയിലെ യാത്രക്കാരാണ്. സോ എല്ലാം ചിരിച്ചുകൊണ്ട് സഹിക്കുക. ഓക്കെ, ആർമിന് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്ക് പോകാം. ഞാനും എറിനും മിക്കാസയും ക്യാപ്റ്റൻ ലീവായും താഴോട്ട് പോകാം. നിങ്ങൾ 4 പേരും ഇവിടെ നിന്ന് ഈ സ്ഥലം നിരീക്ഷിക്കുക എന്ന് ഹാൻജി അവരോട് പറയുന്നു. ഹേയ് എറിൻ, ഇപ്പോഴും ആ താക്കോൽ നിന്റെ കഴുത്തിൽ തന്നെ ഇല്ലേ? ഉണ്ട്, എന്റെ അടുത്ത് തന്നെ ഉണ്ട്. ഹേയ് എറിൻ, ഞാൻ തിരിച്ചു വരുമ്പോ നമ്മുടെ ബേസ്മെന്റിൽ എന്താണ് രഹസ്യമായി വെച്ചിരിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. എറിൻ, അങ്ങോട്ട് പോകരുതെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? നിന്റെ അച്ഛൻ ജോലി ചെയ്യുന്ന സാധനങ്ങളെല്ലാം അവിടെയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഒരുപാട് മരുന്നുകളും അവിടെയുണ്ട്. കുട്ടികൾക്ക് അത് അപകടമാണ് എന്ന് പണ്ട് അവന്റെ അച്ഛനും അമ്മയും ഒക്കെ പറഞ്ഞത് അവൻ ആലോചിക്കുന്നു. നിന്റെ ഉദ്ദേശമാണ് ഇവിടെ ഇമ്പോർട്ടന്റ്. അതായിരിക്കും ഈ നരകത്തിൽ നിന്നും മനുഷ്യരാശിയെ മോചിപ്പിക്കാനുള്ള താക്കോൽ. സിഗാഷിനയിലെ എറിന്റെ വീട്ടിന്റെ ബേസ്മെന്റിലാണ് അവൻ പോലും അറിയാത്ത ടൈറ്റനുകളുടെ രഹസ്യം മറഞ്ഞു കിടക്കുന്നത്. നമുക്ക് ആ ബേസ്മെന്റിൽ എത്താൻ സാധിച്ചാൽ ടൈറ്റനുകളുടെ നൂറ്റാണ്ടുകളായിട്ടുള്ള ഭരണം ഇല്ലാതാക്കാൻ സാധിച്ചേക്കും. അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു സൂചനയെങ്കിലും കിട്ടും.
സോ ടൈറ്റനുകളെ ഇല്ലാതാക്കിയ തന്റെ ആ വീട് അന്വേഷിച്ച് തകർന്നു പോയ സിഗാക്ഷനയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എറിനും മിക്കാസയും. ഒരു കാലത്ത് തങ്ങൾ സന്തോഷത്തോടെ കളിച്ചു നടന്നിരുന്ന ആ സ്ഥലം അവർ ഓർക്കുന്നു. അന്ന് അവരെ കളിയാക്കിയിരുന്ന ഹാണസിനെയും സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോകുന്ന തന്റെ അമ്മയൊക്കെ അവർക്ക് ഓർമ്മ വരുന്നു. ടൈറ്റൻ ആക്രമിച്ച ആ ദിവസം ഭയത്തോടെ അവർ വീട്ടിലോട്ട് ഓടിയിരുന്നതും അവർ ഓർക്കുന്നു. തകർന്നു കിടക്കുന്ന തങ്ങളുടെ വീടിനടുത്തോട്ട് അവർ വരുന്നു. ആ സ്ഥലത്തെത്തിയപ്പോ ഒരുപാട് കാര്യങ്ങൾ അവന് ഓർമ്മ വരുന്നു. അച്ഛാ, എപ്പോഴാണ് ആ ബേസ്മെന്റ് എനിക്ക് കാണിച്ചു തരുന്നത്? ഈ ലോകത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് നീ മനസ്സിലാക്കിയതിനു ശേഷം എന്ന് അച്ഛൻ പറഞ്ഞത് അവൻ ഓർക്കുന്നു. അപ്പോഴാണ് ഒരു കാര്യം വെളിപ്പെടുത്തുന്നത്. മതിലുകൾക്ക് പുറത്തുനിന്നും വന്ന ഒരുപാട് നിഗൂഢതകൾക്ക് പിന്നിലെ സത്യങ്ങൾ അറിയാവുന്ന ഗ്രിഷിയേഗർ ആ ബേസ്മെന്റിന്റെ താക്കോൽ തന്റെ മകനെ ഏൽപ്പിച്ചു. ലോകത്തിന്റെ തുടക്കത്തെക്കുറിച്ച് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത ഒരു സത്യം ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് തന്റെ വീടിന്റെ ബേസ്മെന്റ് എവിടെയാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ഇറിനെയും മിക്കാസയെയുമാണ്. ഒരുപാട് നേരത്തെ തിരച്ചിലിനൊടുവിൽ അത് അവർ കണ്ടെത്തുന്നു. അതിന്റെ മുകളിലുണ്ടായിരുന്ന ഒരു വലിയ കല്ല് അവരെല്ലാം ഒരുമിച്ച് ചേർന്ന് എടുത്തു മാറ്റുന്നു. ആ ഡോർ ഓപ്പൺ ചെയ്തുടനെ അവർ കാണുന്നത് താഴോട്ടിറങ്ങാനുള്ള സ്റ്റെപ്പുകളാണ്. എറിന്റെ കയ്യിലെ താക്കോൽ ഉപയോഗിച്ച് അതിനകത്തുണ്ടായിരുന്ന ഡോർ ഓപ്പൺ ചെയ്യാൻ ലീവൈ അവനോട് പറയുന്നു. അപ്പോഴാണ് അവർക്ക് ആ കാര്യം മനസ്സിലാകുന്നത്. ആ താക്കോൽ ആ ഡോറിന്റേതല്ല. സോ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. ഹേയ്, മാറി നിൽക്ക്, ഇത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ലീവൈ ഒറ്റ ചവിട്ട് അങ്ങ് കൊടുക്കുന്നു. ഹേയ്, ഈ സ്ഥലം കണ്ടിട്ട് ഒരു ലബോറട്ടറി പോലെയുണ്ടല്ലോ. എന്റെ അച്ഛൻ ഒരു ഡോക്ടർ ആയിരുന്നു. മെഡിസിൻസ് എല്ലാം മിക്സ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എപ്പോഴും ഇതിനകത്തായിരിക്കും. ഈ മരുന്നുകളുടെ നെയിം എല്ലാം ശരിയാണെങ്കിൽ ഇതെല്ലാം സാധാരണ മരുന്നുകളാണ്. ഇവിടെയുള്ള ബുക്സും ഈ മരുന്നുകളെ കുറിച്ചാണ്. പുറത്തുനിന്ന് വരുന്നവർക്ക് ഒറ്റ നോട്ടത്തിൽ ഒരു ഡോക്ടർ പഠിക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലം മാത്രമാണിത്. അതെ, ഇന്റീരിയർ പോലീസിന്റെ അടുത്ത് നിന്നും എന്തെങ്കിലും മറച്ചു വെക്കണമെങ്കിൽ അതെല്ലാവർക്കും കാണാൻ പറ്റുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വെക്കില്ലല്ലോ. ഹേയ്, നിങ്ങളിങ്ങനെ നോക്കി നിൽക്കാതെ പോയി അന്വേഷിക്കുക. എറിവിന്റെ നിഗമനങ്ങൾ അങ്ങനെ തെറ്റാറില്ല എന്ന് ലീവൈ അവരോട് പറയുന്നു. ഇത് കേട്ട് അവർ അവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് മിക്കാസയുടെ കൈ തട്ടി അവൾ അവസാനമായി ഏഗറിന് കുടിക്കാൻ കൊണ്ടുകൊടുത്ത ഗ്ലാസ് താഴെ വീഴുന്നത്. അതെടുക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് ആ മേശയ്ക്കകത്തുള്ള ഒരു കീ ഹോൾ അവൾ കാണുന്നത്. എറിന്റെ കയ്യിലെ താക്കോൽ ഉപയോഗിച്ച് അത് തുറക്കാൻ അവർ ശ്രമിക്കുന്നു. സോ അവർ വിചാരിച്ചതുപോലെ ആ താക്കോൽ ഉപയോഗിച്ച് അത് അവർ തുറക്കുന്നു. എന്നാൽ തുറന്നു നോക്കിയ ആ മേശയ്ക്കകത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. ഹേയ്, സൂക്ഷിച്ചു നോക്ക്, അതിന്റെ അടിയിൽ എന്തെങ്കിലും കാണും എന്ന് പറഞ്ഞ ക്യാപ്റ്റൻ ലീവായ് അത് എടുത്തു നോക്കുന്നു. അപ്പോഴാണ് അതിനകത്ത് വെച്ചിരിക്കുന്ന 3 ബുക്കുകൾ അവർ കാണുന്നത്. അതിന് ചുറ്റും വെച്ചിരിക്കുന്ന ആ ക്ലോത്തിൽ എണ്ണയുടെയും ചാർക്കോളിന്റെയും സ്മെല്ലുണ്ടായിരുന്നു. പുസ്തകത്തിനകത്തോട്ട് ഈർപ്പവും പ്രാണികളും കേറാണ്ടിരിക്കാൻ വേണ്ടിയായിരിക്കും അതെന്ന് ഹാൻജി പറയുന്നു. നമ്മൾ അന്വേഷിച്ചു വന്ന സാധനം ഒരു പക്ഷേ ഇതായിരിക്കും. എന്തായിരിക്കും അച്ഛൻ എനിക്ക് കാണിച്ചു തരാൻ ആഗ്രഹിച്ചത് എന്ന് പറഞ്ഞ് എറിനും മിക്കാസയും അത് തുറന്നു നോക്കുന്നു. സോ അതിന്റെ ആദ്യ പേജിൽ ഉണ്ടായിരുന്നത് ഒരു ഫോട്ടോ ആയിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് സിഗാക്ഷനിലോട്ട് പോയ സർവേ കോപ്സിനെ കാത്തിരിക്കുന്ന മറ്റു ഉദ്യോഗസ്ഥരെയാണ്. അപ്പോഴായിരുന്നു എറിവിന് ആ ചോദ്യം ചോദിച്ചത്. ഈ മതിലുകൾക്ക് അപ്പുറത്ത് ആരും ജീവനോടെ ഇല്ലെന്നുള്ളതിന് എന്താണ് ഉറപ്പ്? അവൻ പറഞ്ഞത്, നമ്മൾ മതിലുകൾക്ക് അപ്പുറത്ത് അധിക ദൂരം പോയിട്ടില്ലാത്തത് കൊണ്ട് പുറത്തുള്ള മനുഷ്യരെയെല്ലാം ടൈറ്റൻസ് തിന്നോ എന്നറിയാൻ നമുക്കൊരു വഴിയുമില്ലെന്നാണ്. പക്ഷേ ഹിസ്റ്ററി ബുക്സിൽ മനുഷ്യരെയെല്ലാം ടൈറ്റൻസ് തിന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ പുസ്തകങ്ങൾ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിരുന്നെങ്കിൽ അതിൽ ബാക്കിയുള്ള മനുഷ്യരെയെല്ലാം ടൈറ്റൻസ് തിന്നിരിക്കാമെന്ന് എഴുതി. ഹേയ്, ആ ഒരു ചെറിയ തെറ്റിന് ഇത്രയൊക്കെ വേണോ? അല്ല, അതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. ഈ മതിലിന് പുറത്ത് മനുഷ്യരാരും ജീവനോടെ ഇല്ലെന്ന് അവർക്ക് നമ്മളെ വിശ്വസിപ്പിക്കണം. അതിനു വേണ്ടി തന്നെയാണ് ഗവൺമെന്റ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഹേയ്, നീ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടണ്ട. നീ പറയുന്നത് തന്നെ മണ്ടത്തരമാണ് എന്നാ ഓഫീസർ അവനോട് പറയുന്നു. അന്ന് ഞാൻ അവനെ കളിയാക്കി, പക്ഷെ ഇപ്പോ എന്ന് പറഞ്ഞ ഓഫീസർ വിഷമിക്കുന്നു. അവസരം കിട്ടുമ്പോ നേരിട്ട് തന്നെ അവനോട് സോറി പറഞ്ഞാ പോരെ എന്ന് ഡാലിസ് അവനോട് പറയുന്നു. അപ്പോഴാണ് സർവേ കോപ്സ് തിരിച്ചു വന്നു എന്ന സന്തോഷ വാർത്തയുമായി ഒരു ഓഫീസർ അങ്ങോട്ട് വരുന്നത്. വാൾമറിയയിലെ ജനങ്ങളെല്ലാം ആ വാർത്ത കേട്ട് സന്തോഷിക്കുന്നു. തങ്ങൾക്ക് വേണ്ടി ആരവം മുഴക്കുന്ന ജനങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇയറിനും മറ്റ് സർവേ കോപ്സും. അപ്പോഴാണ് ആ ബേസ്മെന്റിനകത്ത് എന്താണ് നടന്നതെന്ന് കാണിക്കുന്നത്. അവർക്ക് കിട്ടിയ ആ ചിത്രം കണ്ട് അവർക്കൊന്നും മനസ്സിലാകുന്നില്ല. ഹേയ്, ഇതൊരു പെയിന്റിംഗ് ആണോ? അല്ല, ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കൈക്കൊണ്ടൊരിക്കലും ആർക്കും വരക്കാൻ സാധിക്കില്ല. അപ്പോഴാണ് അതിനപ്പുറത്ത് ഡോക്ടർ ഏഗർ എഴുതിയ ഒരു കാര്യം അവർ കാണുന്നത്. ഇതൊരു ചിത്രമല്ല, വസ്തുക്കളിൽ പ്രകാശം റിഫ്ലക്ട് ചെയ്ത് ഒരു പ്രത്യേക തരം പേപ്പറിൽ തട്ടുന്നതിലൂടെ ഇതുണ്ടാകുന്നു. അതാണ് ഫോട്ടോഗ്രാഫ്. മതിലുകൾക്ക് പുറത്ത് മനുഷ്യർ സുഖമായി ജീവിക്കുന്ന ഒരു ലോകത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഇതുപോലെയുള്ള ഒരുപാട് ടെക്നോളജീസ് അവിടെയുണ്ട്.
മനുഷ്യരാശി വംശനാശത്തിന്റെ വക്കിലല്ല. ഒരു രാജ്യസ്നേഹിക്ക് തന്നെ ഈ പുസ്തകങ്ങൾ കിട്ടണമെന്നാണ് എന്റെ പ്രാർത്ഥന. എന്നാ പുസ്തകത്തിന്റെ തുടക്കത്തിൽ ഏഗർ പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനാണ്. മതിലിന് പുറത്ത് ജീവിച്ചിരുന്ന കൃഷി ഏഗറിന്റെ കുട്ടിക്കാലം. അവന്റെ അനിയത്തിയുമായി അവൻ എങ്ങോട്ടോ ധൃതിയിൽ പോകാൻ നിൽക്കുന്നു. ഹേയ് നിൽക്ക്, പുറത്തു പോകുമ്പോൾ ഈ ബാൻഡ് മറക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞ് അവരുടെ അമ്മ അവരുടെ കയ്യിൽ ഒരു ബാൻഡ് കെട്ടിക്കൊടുക്കുന്നു. പിന്നെ കൃഷ, എന്തൊക്കെ വന്നാലും മതിലുകൾക്ക് പുറത്തോട്ട് പോകരുത് എന്ന് അവർ പറയുന്നു. എന്റെ കഥ എങ്ങനെ ആരംഭിക്കണം എന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ ദിവസം മാത്രമാണ് എനിക്ക് ഓർമ്മ വന്നത്. അയ്യോ, അത് പോയി. എന്നെങ്കിലും ഒരിക്കൽ ഞാൻ വലിയ പണക്കാരിയായിട്ട് എനിക്ക് ആ എയർഷിപ്പിൽ കയറണം. നീ എന്താ പറയുന്നേ? നമുക്കൊരിക്കലും പണക്കാരാകാൻ സാധിക്കില്ല. എനിക്കറിയാം, പക്ഷേ എന്ത് രസമായിരിക്കും അത്ര ഉയരത്തിൽ നിന്നും താഴോട്ട് നോക്കുമ്പോഴുള്ള കാഴ്ച എന്തായിരിക്കും. അത് പോയി എന്ന് അവൾ പറയുന്നു. അത് കേട്ട് ഏഗറിന് എന്തോ പോലെ തോന്നുന്നു. പെട്ടെന്ന് അവളെയും വലിച്ചുകൊണ്ട് അവൻ എങ്ങോട്ടോ ഓടുന്നു. ഇവിടെ അടുത്ത് നിന്നാണ് അത് പുറപ്പെടുന്നതെന്ന് ടീച്ചർ പറഞ്ഞു. നമുക്ക് പോയി കാണാം, വാ. പക്ഷെ മതിലുകൾക്ക് പുറത്തു പോകരുതെന്ന് അമ്മ പറഞ്ഞതല്ലേ, അത് കുഴപ്പമില്ല, കുറച്ചു നേരത്തേക്കല്ലേ എന്ന് പറഞ്ഞ് സെക്യൂരിറ്റീസിനെയും മറികടന്ന് അവർ മതിലിന് പുറത്തോട്ട് ഓടുന്നു. എന്റെ കുട്ടിക്കാലത്തെ ആ ദിവസം, ഈ ലോകത്തിന്റെ ക്രൂരമായ ആ സത്യം ഞാൻ മനസ്സിലാക്കി എന്ന് ഏഗർ പറയുന്നു. സോ അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരാതെ വരയ്ക്കും. ബൈ.